ഈശോം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഖ്യംദ 5-ാം ഞായർ, ഉയർപ്പ് കാലം 5-ാം ഞായർ, 2024 ഏപ്രിൽ 28. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ തിരുവചനങ്ങൾ. ഈശോ 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരെ ഒരു പ്രേക്ഷിത ദൗത്യമായിട്ട് അയക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷം നമ്മെ അറിയിക്കുന്നത്. സീറോ മലബാർ സഭയുമായി അതിൻ്റെ ലിറ്റർജിയുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ തിരുവചന പാഠമാണിത്. അത് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ 70-72 എന്ന സംഖ്യ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് മറ്റൊരു സംഗതി കൂടി അറിയണം. ഈ 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരെ അയക്കുന്നതിന് മുൻപ് യേശു 12 പേരെ ഒരു പ്രേക്ഷിത ദൗത്യവുമായിട്ട് അയക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ഒക്കെ അത് വർണ്ണിക്കുന്നുണ്ട്. ഈ രണ്ട് സംഖ്യകളും 12 എന്ന സംഖ്യയും 70 എന്ന സംഖ്യയും പ്രതീകാത്മക മൂല്യങ്ങളുള്ള സംഖ്യയാണ്. ഇതിന് ഞാൻ മുൻപ് ഒരു സാമാന്യം വിശദമായിട്ട് ഞാൻ ബൈബിളിലെ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരുന്നു. 1, 3, 4, 6, 7, 10, 12, പിന്നെ 14, 40, 144 അങ്ങനെയുള്ള സംഖ്യകളുടെയൊക്കെ ഒരു വിശദീകരണം നൽകിയിരുന്നു. അത് കേട്ടിട്ട് ഇത് കേട്ടാൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ പറ്റും. 12 എന്ന സംഖ്യ ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്ന് 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളുടെയും ഐക്യത, അതാണ് ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രം. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. അതേസമയം ഈ 70 എന്ന സംഖ്യ ഈ 12നോട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ബൈബിളിൽ. കാരണം 70 എന്ന സംഖ്യ വിജാതിയരെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. ഈജിപ്തിലേക്ക് യാക്കോബിനെ അനുഗമിച്ചത് 70 പേരാണ്. ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണം. യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേലിൻ്റെ പ്രതീകാത്മക സംഖ്യയാണ് 12. പക്ഷേ യാക്കോബിനെ ഈജിപ്തിലേക്ക് അനുഗമിച്ചത് 70 പേരാണ്. പുറപ്പാട് 1:7 അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവരെല്ലാം യാക്കോബിൻ്റെ സന്താനങ്ങളായിരുന്നു. ഈ 70 പേരെക്കുറിച്ച് പറയുകയാണ്, അവരെല്ലാം യാക്കോബിൻ്റെ സന്താനങ്ങളായിരുന്നു. ഈ തിരുവചനത്തോട്, പുറപ്പാട് 1:5 തിരുവചനത്തോട് നിയമാവർത്തന ഗ്രന്ഥത്തിൽ 32:8 ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, അതായത് മനുഷ്യ മക്കളെ അവൻ വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. ഈ രണ്ട് തിരുവചനങ്ങൾ, പുറപ്പാട് 1:5 നിയമാവർത്തനം 32:8, അത് രണ്ടും സമന്വയിപ്പിച്ച് ലോകത്തെ രാജ്യങ്ങളുടെ സംഖ്യയായി 70 ചിത്രീകരിച്ചിരിക്കുന്നു. ഈജിപ്തിലേക്ക് കുടിയേറിപ്പാർത്ത സമയത്ത് യാക്കോബിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന 70 അംഗങ്ങളെക്കുറിച്ചാണ് ഇത് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 12 മക്കളോടൊപ്പം ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 70 പേർ നിൽക്കുന്നു. ഞാനൊന്ന് ആവർത്തിക്കുക. ഇസ്രായേലിനെ മുഴുവനായി പ്രതിനിധാനം ചെയ്യുന്ന 12 എന്ന സംഖ്യയോടൊപ്പം ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 70 എന്ന സംഖ്യ ചേർത്ത് വെച്ചിരിക്കുന്നു. 12 പേരും യാക്കോബിൻ്റെ മക്കളായിരുന്നു. യാക്കോബിനെ അനുഗമിച്ച 70 പേരും യാക്കോബിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ അതൊരു സമന്വയമാണ്. ദൈവശാസ്ത്രപരമായ ഒരു ഗംഭീര ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് യാക്കോബിനോടും ഇസ്രായേൽ ജനത്തോടും ഈ ലോകത്തെ സകല ജനതകൾക്കും ബന്ധമുണ്ട്. ലോകത്ത് 70 വിജാതീയ രാജ്യങ്ങളുണ്ട് എന്നാണ് യഹൂദ വിശ്വാസം. ഉൽപ്പത്തി 10 അത് കാണുന്നുണ്ട്. ഗണിതശാസ്ത്രപരമായ ഒരു കണക്കല്ല പറയുന്നത്, അല്ലേ? കണക്കിൻ്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. ഇത് ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. ഈ അതേസമയം ലോകത്തിൻ്റെ സംഖ്യയാണ് ഈ 70. ലോകത്ത് 70 രാജ്യങ്ങളുണ്ടെന്ന് കണക്കാക്കുന്ന പോലെ തന്നെ ലോകത്ത് 70 പുറജാതി രാജ്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറജാതിക്കാരുടെ സംഖ്യയാണ് 70.
12 ഇസ്രായേലിൻ്റെ സംഖ്യ ആയിരിക്കുന്നത് പോലെ 70 വിജാതിയരുടെ സംഖ്യയാണ്. പക്ഷേ വിജാതിയരുടെ സംഖ്യയാണെങ്കിലും ആ വിജാതിയരും യാക്കോബിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ 70 ശ്രേഷ്ഠന്മാരെയാണ് ന്യായാധിപന്മാരായി മോശെ നിയമിച്ചത്. സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 24 മുതൽ 25 വരെ വാക്യങ്ങൾ. മോശയും 70 ശ്രേഷ്ഠന്മാരും, അങ്ങനെ 71ആയല്ലോ. 70 ശ്രേഷ്ഠന്മാർ പ്ലസ് മോശ. ആ മാതൃകയിൽ യെറൂസലേമിലെ സാൻഗന്ധൻ സംഘം, ന്യായാധിപ സംഘം, അതായത് യഹൂദര സുപ്രീം കോടതി 71 ന്യായാധിപന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. 70+1. കൂടാര തിരുനാളിൻ്റെ ദിവസത്തിൽ, കൂടാര തിരുനാൾ ദിനത്തിൽ 70 കാളകളെയാണ് യെരൂസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നത്. 70 പുറജാതി രാജ്യങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു അത്. അരിസ്റ്റയാസ് എന്ന് പറയുന്ന, അരിസ്റ്റയാസിൻ്റെ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ പോകുന്നില്ല. അവിടെ പരാമർശമായിരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷ തയ്യാറാക്കിയത്, സെപ്തുജിന്ത പരിഭാഷ തയ്യാറാക്കിയത്, ആദിമസഭയുടെ ബൈബിളായിരുന്ന സെപ്തുജിന്ത പരിഭാഷ തയ്യാറാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ പ്രചോദനത്തിന് കീഴിൽ 70 വേദശാസ്ത്രങ്ങൾ ചേർന്നാണ്. അതാണ് ഈ അരിസ്റ്റേസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. 12 ഗോത്രങ്ങളിൽ നിന്ന് 6 വേദശാസ്ത്രങ്ങൾ വീതം 72 പേരായിരുന്നു എന്നും സാക്ഷ്യമുണ്ട്. 12 × 6 12 72. അങ്ങനെയും ഒരു സാക്ഷ്യമുണ്ട്. ഈ യേശു 70 പേരെയാണോ 72 പേരെയാണോ എന്ന് അയച്ചു തന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. കാരണം ലൂക്കാസിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ കയ്യെഴുത്ത് പ്രതികളൊക്കെ നോക്കിയാൽ രണ്ടിനും തുല്യ തെളിവുകളാണ്. അപ്പോൾ ചിലപ്പോൾ 70 ആയിരിക്കാം, അല്ലെങ്കിൽ 72 ആയിരിക്കാം. അത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. പക്ഷെ അതൊന്നും നമ്മുടെ ദൈവശാസ്ത്രത്തെ ബാധിക്കുന്നില്ല. ഈ ഇസ്രായേലിൻ്റെ വിശ്വാസം ലോകത്തിലെ മറ്റ് ജനതകളിലേക്ക് തുറക്കപ്പെട്ടു എന്നാണ് ഈ 70 വേദശാസ്ത്രങ്ങൾ ചേർന്ന് ഹെബ്രായരുടെ ബൈബിള്, ഇസ്രായേലിൻ്റെ ബൈബിള് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തതിലൂടെ സംഭവിച്ചത്. ഇസ്രായേലിൻ്റെ ഹെബ്രായ പാരമ്പര്യം പുറജാതി ജനതകളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. സത്യാന്വേഷികളായ അനേകരെ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ കൊണ്ടുവരാൻ പുരാതന കാലത്ത് സെപ്തുജിന്ത പരിഭാഷ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം യവന ലോകത്ത്, ഗ്രീക്ക് ലോകത്തുള്ളവരുടെ ആദ്യകാല ഐതിഹ്യങ്ങളുടെ വിശ്വാസതയ്ക്ക് കോട്ടം തട്ടിയിരുന്നു. ദൈവവുമായി ഊഷ്മളമായ സ്നേഹബന്ധത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ ഗ്രീക്ക് തത്വദർശനത്തിലെ ഏകദൈവ വിശ്വാസത്തിന് കഴിഞ്ഞില്ല. അതിനാൽ സംസ്കാര ഭദ്രതയുള്ള പലരും ദൈവത്തിങ്കിലേക്ക് എത്താനുള്ള വഴി ഇസ്രായേലിൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ കണ്ടെത്തി. ആ വിശ്വാസമാകട്ടെ തത്വദർശനത്തിൻ്റെ കണ്ണിലൂടെ സൃഷ്ടിക്കപ്പെട്ടതല്ല. അതായത് മനുഷ്യർ അന്വേഷിച്ച് കണ്ടെത്തുന്ന, അതാണ് തത്വദർശനം. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വെളിപാടിന് കാതോർക്കുകയാണ്. ദൈവമാണ് മനുഷ്യനെ തേടുന്നത്. മനുഷ്യൻ ദൈവത്തെ തേടി അവനിൽ വിശ്വസിച്ച് സ്നാനപ്പെടുകയല്ല. ദൈവം വെളിപ്പെടുത്തുകയാണ്. ആ വെളിപാടിന് പ്രതിസ്പന്ദം കൊടുക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ മുകളിൽ നിന്ന് നൽകപ്പെട്ടതാണ് ഈ വെളിപാട്. അതാണ് ഹീബ്രു വിശ്വാസം. ദൈവഭയമുള്ള ആളുകളുടെ സംഘങ്ങളും ഭക്തരായ വിജാതിരുടെ കൂട്ടായ്മകളും പല നഗരങ്ങളിലും രൂപപ്പെട്ടു. അവർക്ക് പൂർണ്ണമായും യഹൂദരാകാൻ താല്പര്യമില്ലായിരുന്നു. അത് സാധ്യമല്ലായിരുന്നു. എന്നാൽ സിനഗോഗിലെ ആരാധനക്രമത്തിൽ അവർ പങ്കെടുത്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിലും ഇത്തരം കൂട്ടായ്മകളിലുമാണ് ആദിമ ക്രൈസ്തവരുടെ പ്രേക്ഷിത പ്രവൃത്തി കാലെടുത്ത് വെച്ചത്, കാലുറപ്പിച്ചത്. അവിടെ നിന്നാണ് സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങിയത്. അവസാനം ഇപ്പോൾ ഈ മനുഷ്യർക്കും ഇസ്രായേലിന്റെ ദൈവത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരണം പൗലോസിന്റെ പ്രഘോഷണം അനുസരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഈ ദൈവം സത്യമായി എല്ലാ മനുഷ്യരും ദൈവമായി തീർന്നിരിക്കുന്നു. അവസാനം ഇപ്പോൾ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവർക്കും ദൈവജനത്തിൽ അംഗങ്ങളാകാൻ കഴിഞ്ഞിരിക്കുന്നു. 12 പേരോടൊപ്പം 70 പേരെ ലൂക്കാസ് അണിനിരത്തുമ്പോൾ അർത്ഥം വളരെ വ്യക്തമാണ്. സുവിശേഷത്തിൻ്റെ സാർവലൗകികവും സാർവജനീനവുമായ സ്വഭാവത്തിൻ്റെ അറിയിപ്പാണിത്. ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് യേശുവിൻ്റെ സുവിശേഷം. പല മതങ്ങളുണ്ട്, ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. പല മതങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. അങ്ങനെയാണ് ബെനഡിക്ട് മാർപ്പാപ്പ അതേക്കുറിച്ച് പറയുന്നത്. നസറത്തിൽ യേശു എന്ന അദ്ദേഹത്തിൻ്റെ
ഗ്രന്ഥത്രയത്തിലെ 1-ാമത്തെ വോല്യം 331 മുതൽ 333 വരെ നിങ്ങൾക്ക് വായിക്കാം. യഹൂദ മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട സംഗതിയല്ല സുവിശേഷം. ലോകത്തെ എല്ലാ ജനതകൾക്കും സുവിശേഷം ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് 70 അല്ലെങ്കിൽ 72 പേരെ അയച്ചുകൊണ്ട് യേശു നമ്മോട് പറയുന്നത്. ഈ 70 പേരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഓർക്കാം. ആദിമസഭയിലെ പല സഭകളിലും പ്രവാചകന്മാർ എന്ന് വെച്ചാൽ വാണ്ടറിങ് പ്രീച്ചേഴ്സ് എന്നാണ് അർത്ഥം. ഭാവി പ്രവചിക്കുന്നവർ എന്നല്ല. ഭാവി പ്രവചിക്കുന്നവരെ കർത്താവിന് കൊടി അറപ്പാണെന്ന് പല പ്രാവശ്യം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ, പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചല്ല, വികാരിച്ചന്മാരെ പോലെ താമസിച്ചല്ല, പ്രേക്ഷിതന്മാരെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പ്രഘോഷിക്കുന്നവരാണ് പ്രവാചകന്മാർ. പ്രബോധകർ ഒരു സ്ഥലത്ത് താമസിച്ച്, അതായത് പ്രവാചകന്മാർ ആദ്യം സുവിശേഷം പ്രസംഗിക്കുന്നു, എന്നിട്ട് അവർ പോകുന്നു, അവിടെ പ്രബോധകർ ഉണ്ടാകും. പ്രബോധകരാണ് ആഴപ്പെട്ട പ്രബോധനം, ആഴപ്പെട്ട ഈ ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ നടപടിഗ്രന്ഥം 13:1, 15:32, 1 കൊരിന്തോസ് 12:28, 14:29, 1 തെസ്സലോനിയ 5:20 ഇവിടെയൊക്കെ നമുക്ക് കാണാം പ്രവാചകന്മാരും പ്രബോധകരും. പഴയ നിയമത്തിൽ നിലനിന്നിരുന്ന പ്രവാചകന്മാരുടെ ക്രമം യേശു പുനഃസ്ഥാപിച്ചു എന്നാണ് ധ്വനി. മലാക്കി പ്രവാചകനോട് കൂടി പ്രവാചകത്വം അവസാനിച്ചു പോയിരുന്നു. അത് യേശു പുനഃസ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് ആദിമസഭയിൽ പ്രവാചകന്മാർ ഇങ്ങനെ അലഞ്ഞ് അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കുന്ന ആ ക്രമം കർത്താവ് പുനഃസ്ഥാപിച്ചു, യേശു പുനഃസ്ഥാപിച്ചു. അപ്പസ്തോലന്മാരും 12 പേര് പ്രവാചകന്മാരും, അതായത് 70-72 ആകുന്ന അടിസ്ഥാനത്തിന്മേൽ യേശു സഭ സ്ഥാപിച്ചുവെന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോലന്മാർ 12, പ്രവാചകന്മാർ 70-72 പേര് ആകുന്ന അടിസ്ഥാനത്തിന്മേൽ യേശു സഭ സ്ഥാപിച്ചുവെന്ന് രേഖപ്പെടുത്തുന്നു. എഫേസ്യ ലേഖനം 2:20, 3:5, 4:11, 1 പത്രോസ് 3:2 ഒക്കെ വായിക്കാം. നമ്മൾ ഈ എറണാകുളത്ത് കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കുർബാന മതി. അവർക്ക് സഭ എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു വെളിവില്ല. കാരണം യേശു സഭ സ്ഥാപിച്ചത് ഒറ്റ സഭയായിട്ടല്ല. 12 എന്ന ബഹുസ്വരത, 12 അപ്പസ്തോലന്മാർ, 12 അപ്പസ്തോലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലാണ് യേശു സഭ സ്ഥാപിച്ചത്. അപ്പസ്തോലന്മാർ 12, പ്രവാചകന്മാർ 70-72. യേശുവാണ് യൂണിഫൈങ് ഫാക്ടർ, ഇല്ലേ, ഏകം, ഇല്ലേ, എല്ലാവരും ഒന്നിപ്പിക്കുന്നത്. 12 എന്നത് വിവിധ സഭകൾ. കൊരിന്തോസിലെ സഭ എന്നാണ് പൗലോസ് പറയുന്നത്, റോമായിലെ സഭ, എഫേസോസിലെ സഭ, അങ്ങനെ വിവിധ സഭകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ആ ഓരോ സഭയ്ക്കും അതിൻ്റെതായ ലിറ്റർജികളുണ്ടായിരുന്നു, അതിൻ്റെതായ ഭരണരീതി ഉണ്ടായിരുന്നു, ആധ്യാത്മികതയുണ്ടായിരുന്നു. വിശ്വാസമൊന്ന്, കൂതാശകളൊന്ന്, പൊതുവായൊരു ഹൈറാർക്കിയുണ്ട്, പക്ഷേ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ വേണ്ട, ഇല്ലേ, ഒരു ഭാഷ, ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു സ്വേച്ഛാധിപതിയുടെ ഭാഷയാണ്. എറണാകുളത്ത് ചിലർ പറയുന്നത് സ്വേച്ഛാധിപതിയുടെ ഭാഷയാണ്. അവർക്ക് ബഹുസ്വരത മനസ്സിലാകില്ല. എന്താണ് ഈ നാനാത്വത്തിൽ ഏകത്വം? നമ്മുടെ ദൈവം അങ്ങനെയാണല്ലോ, ഏകവും ബഹുത്വവും. ഉണ്ട്. ഏകസത്യ ദൈവം 3 ആളുകളാണ്, 3. ഈ കാര്യം, ഈ ബഹുസ്വരതയാണ് എറണാകുളത്ത് അംഗീകരിക്കാതെ പോകുന്നത്. അത് എന്താണ് കത്തോലിക്ക സഭ എന്നോ ഏത് സഭയാണ് കർത്താവ് സ്ഥാപിച്ചതെന്നോ അറിയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ജൽപ്പനമായിട്ട് കണ്ടാൽ മതി. അതായത് യേശുക്രിസ്തു തന്നെ ആദിമസഭയിൽ സുനിശ്ചിതമായ ഒരു സംഘവും ഒരു ചട്ടക്കൂടും നേരിട്ട് കൊടുത്തിരുന്നു. ഞാൻ ആ ചട്ടക്കൂടിൻ്റെ ഒരു പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാർ, ലൂക്കാസ് 10:1. സ്ത്രീകളായ ശിഷ്യഗണം, ലൂക്ക 8:1-3, മർക്കോസ് 16:1. 12 സ്ലീഹന്മാർ, ലൂക്ക 6:13. അവരിൽ തന്നെ 3 പേര് സവിശേഷമായുള്ള രംഗങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ. 8:51, ലൂക്കാസ് 8:51, 9:28, മത്തായി 26:37. ആ 3 പേരിൽ ഒരാൾ പ്രിയപ്പെട്ട ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശിഷ്യൻ. യോഹന്നാൻ 13:23, 19:26, 21:7. പിന്നെ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും, നടപടി 1:14. അങ്ങനെ ആകെ 120 പേര്. നടപടി 1:15. ഇങ്ങനെ സുനിശ്ചിതമായി നിശ്ചയിക്കപ്പെട്ട ക്രമത്തോടെ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. നടപടി 1:12 മുതൽ 2:47 വരെ.
ഇതുകൂടാതെ ഉത്ഥിതനായ യേശു 500-ലധികം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1 കൊരിന്തോസ് 15:6. അവരുടെ എല്ലാം തലവനായി, ഒന്നാമനായി, ഇടയനായി ഒരാള്, അത് ശിമിയോൻ പത്രോസ്. മത്തായി 10:2, 16:19, യോഹന്നാൻ 21:15-17. ഇങ്ങനെ ഒരു ഘടനയായിരുന്നു സഭയുടേത്. പത്രോസിനുള്ള എല്ലാ അധികാരങ്ങളും 12 പേർക്കില്ല. മത്തായി 16:19, നടപടി 1:15. 12 സ്ലീഹന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ബാക്കിയുള്ളവർക്കില്ല. മർക്കോസ് 3:13-19, മത്തായി 26:20. അപ്പസ്തോലന്മാർ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ മെത്രാന്മാരെയും പുരോഹിതന്മാരെയും വാഴിച്ച് 2 തിമത്തി 1:6, 1 തിമത്തി 3:1, തീത്തോസ് 1:5 ഈ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കി. അതായത് അപ്പസ്തോലന്മാർ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ മെത്രാന്മാരെയും പുരോഹിതന്മാരെയും വാഴിച്ച് ഈ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കി. 1 കൊരിന്തോസ് 11:23, 15:1. അത് ഇന്നും അഭംഗുരം തുടരുന്നു കത്തോലിക്ക പാരമ്പര്യമുള്ള സഭകളിൽ. അതിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച എന്നോ കൗദാശിക പിന്തുടർച്ച എന്നോ വിളിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 75 മുതൽ 83 വരെ വായിക്കാം. അതില്ലാത്ത സമുദായങ്ങളിൽ ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ ഉണ്ടല്ലോ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വിഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ അത്ഭുതങ്ങളൊക്കെ നടക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദൈവിക ജീവൻ അവിടെ ഉണ്ടാകില്ല. അവർ ഈ ഭാഷാപരത്തർ സംസാരിക്കുന്നതും അങ്ങനെയുള്ള അത്ഭുതങ്ങളെയാണ് പരിശുദ്ധാത്മാവിനെ കണക്കാക്കണേ. അതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്നതിന് മറ്റൊരു വാക്ക് പറയണമെങ്കിൽ ദൈവിക ജീവൻ അല്ലെങ്കിൽ വരപ്രസാദം. ഇതവിടെയില്ല. കാരണം അത് നൽകപ്പെടുന്നത് ഈ കൗദാശിക പിന്തുടർച്ചയിലൂടെ മാത്രമാണ്, കൈവെപ്പിലൂടെ, അത് ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ മാത്രമാണ്. ഇങ്ങനെ യേശു ഒരു ഘടന നൽകിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഘടനയിലെ ഒരു ഘടകമാണ് 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാർ. അവരിൽ ഒരാളായിരുന്നു അദ്ദായി. തദ്ദേവൂസ് എന്നും അദ്ദായി എന്നുമുണ്ട്. ഈ അദ്ദേഹം സിറിയയിൽ, അന്നത്തെ സിറിയയിൽ, ഇപ്പോഴത്തെ തുർക്കി, അന്നത്തെ സിറിയയിലെ എദേസയിൽ യഹൂദ മാതാപിതാക്കൾക്ക് ജനിച്ച ആളാണ്. അദ്ദായി എന്നുള്ളത് സുറിയാനി ഉച്ചാരണമാണ്. തദ്ദേവൂസ് എന്നാണ് നമ്മുടെ തദ്ദേവൂസ്, നമ്മുടെ ഒരു ശിഷ്യനുണ്ടല്ലോ 12 പേരിൽ ഒരാൾ. അതുപോലെ ആ പേര് തന്നെയാണ് തദ്ദേവൂസ്. അത് സുറിയാനിൽ അദ്ദായി എന്നായതാണ്. ഈ തദ്ദേവൂസ് പെന്തക്കോസ്ത പെരുന്നാൾ പങ്കെടുക്കാൻ വേണ്ടി ജെറൂസലമിൽ പോയി. ആ സമയത്താണ് സ്നാപക യോഹന്നാനെ പരിചയപ്പെട്ടു. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായി. സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പിന്നീട് യേശു അയച്ച 72 അല്ലെങ്കിൽ 70 ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ അദ്ദായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ തദ്ദേവൂസ്. ഈ അദ്ദേഹം ഈ യേശുവിനാൽ അയക്കപ്പെട്ടു. തിരിച്ചു വന്ന് യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് എഡേസായിൽ തിരിച്ചെത്തി മാറി എന്ന് പറയുന്ന ആളെ മെത്രാനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ അദ്ദായി, മാറി എന്നീ ശിഷ്യന്മാർ അവർ എല്ലാം ഈ തോമസിൻ്റെ ശിക്ഷണത്തിന് കീഴിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ എഡേസയിലൊക്കെ വന്നും ആ ശുശ്രൂഷകളൊക്കെ ചെയ്തത്. അപ്പോൾ തോമസിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് യേശുവിനാൽ അയക്കപ്പെട്ട 70 പേരിൽ ഒരാളാണെങ്കിലും തോമസിൻ്റെ ശിഷ്യന്മാരായിട്ടാണ് അദ്ദായിയും മാറിയൊക്കെ അറിയപ്പെടുന്നത്. ഈ അദ്ദായിയുടെയും മാറിയുടെയും പേരിലുള്ള കുർബാനയാണ് കത്തോലിക്ക സഭയിൽ ഇന്ന് വരെ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാചീനമായ കുർബാന, അനാഫ്ര. ആ കുർബാന ചൊല്ലുന്ന ലോകത്തെ സമുദായമാണ് സീറോ മലബാർ സഭ. അദ്ദായി, മാറി ശിഷ്യന്മാരുടെ പേരിൽ, ഞാനതേക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. ആ അദ്ദായി, മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രാചീനമായ കുർബാന. ആ കുർബാനയാണ് സീറോ മലബാർ സഭയിലുള്ളത്. അതിൻ്റെ തനത് രൂപം വീണ്ടെടുക്കണമെന്ന് റോമാക്ക് നിർബന്ധമുള്ളത് അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അപ്പം ചിലർ ചോദിക്കേണ്ട, ഇത് ഇത്രയും പ്രാധാന്യം എനിക്ക് എന്തുകൊണ്ട് ലത്തീൻ സഭ ഇതിനെടുക്കാത്തതെന്ന്. അവർക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നമ്മുടെ അയൽപ്പക്കത്ത് ഇല്ലേ 2000 വർഷം പാരമ്പര്യമുള്ള ഒരു കുടുംബമുണ്ടെന്ന് കരുതുക. 2000 വർഷം പാരമ്പര്യമുള്ള പ്രാചീനമായ കുടുംബമുണ്ട്. നമ്മുടെ കുടുംബത്തിന് 1500 വർഷത്തെ പഴക്കമുള്ളൂ. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ പാരമ്പര്യം വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ സ്വീകരിക്കുകയാണോ ചെയ്യുക? അതിനെ അംഗീകരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കളയേണ്ട കാര്യമുണ്ടോ? ലത്തീൻ സഭയുടെ പാരമ്പര്യം വളരെ വളരെ ശക്തവും പ്രാചീനവുമാണ്. പക്ഷേ ഏറ്റവും പ്രാചീനമായത് അദ്ദായിമാരുടേതാണ്. ലത്തീൻ സഭയ്ക്ക് ലത്തീൻ സഭയുടെ പാരമ്പര്യങ്ങളുണ്ട്. അവരത് കളഞ്ഞു കുളിക്കാൻ പാടില്ല.
അയൽപ്പക്കത്ത് ഇച്ചിരി കാണാൻ കൊള്ളുന്ന ഒരു അപ്പനെ കണ്ടാൽ, അല്ലെങ്കിൽ അല്പം കൂടി പ്രായമുള്ള ഒരു അപ്പനെ കണ്ടാൽ ഉടൻ എൻ്റെ അപ്പനെ ഉപേക്ഷിച്ച് ആ അപ്പനെ സ്വീകരിക്കണമെന്ന് എറണാകുളംകാർ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ പ്രാചീനത അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അംഗീകരിക്കുന്നുണ്ട്, അവർ സ്വീകരിക്കുന്നില്ല. അതായത് അവരുടെ മാറ്റേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ലിറ്റർജിക്കും ഒരുപാട് പ്രാചീനതയുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രാചീനമായ കാര്യത്തെക്കുറിച്ചാണ്. ഏറ്റവും പ്രാചീനമായത് നമ്മുടെ എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും നമ്മുടെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ പ്രാചീനത കൈവടിയാൻ പാടില്ല. ഇത് റോമിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളിത് എങ്ങനെയായാലും, മാത്രമല്ല ഒരു സഭ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. 2000 വർഷമായിട്ട് കിട്ടിയ ഒരു അനാഫറ ഇപ്പോഴും സജീവമായി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഭയാകട്ടെ അംഗങ്ങളിൽ കുറവാണെങ്കിലും ദൈവവിളിയിൽ വളരെ സമ്പന്നമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള സഭയാണ്. ഇത്രയും പച്ചപ്പുള്ള ഒരു പാരമ്പര്യത്തെ, ഇത്രയും പച്ചപ്പുള്ള ഒരു സഭയെ, അതിൻ്റെ പ്രാചീനമായ അനാഫറയെ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിക്കാൻ കോപ്പ് കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് എറണാകുളത്തെ വിമത വൈദികര്. അതിന് തടയിടാനാണ് റോം ഇങ്ങനെ കർശനമായ നടപടികൾ വേണമെന്ന് പറയുന്നത്. അത് ആരെയും വേദനിപ്പിക്കാനല്ല. ഈ ഇത്രയും പൗരാണിക സംഗതി നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? മാത്രമല്ല, യേശു അയച്ച ശിഷ്യന്മാരിൽ ഒരാളായ അദ്ദായിയിൽ നിന്ന് കൈമാറി കിട്ടിയ പാരമ്പര്യമാണിത്. നമ്മൾ യേശുവിലേക്ക് എത്തിക്കുന്ന ഒരു അനാഫറയാണിത്. അത് കളഞ്ഞു കുളിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? നമുക്ക് എങ്ങനെ തോന്നുന്നു അത്? മാത്രമല്ല, ഞാൻ പറയാ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിലൊക്കെ ഈ ഏകീകൃത ക്രമം വരണമെങ്കിൽ അവിടെയൊക്കെ കർട്ടൻ ഇട്ട കുർബാന ചൊല്ലണം. 1980 ഈ ഇരിങ്ങാലക്കുട മൈനസ് സെമിനാരിൽ കർട്ടൻ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളിയിൽ കർട്ടൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്ന അച്ഛന്മാരോട് ചോദിച്ചു നോക്കൂ. ഇരിങ്ങാലക്കുട മൈനസ് സെമിനാരിൽ കർട്ടൻ ഉണ്ടായിരുന്നു. പള്ളിയിൽ കർട്ടൻ്റെ സെമിനാരിൻ്റെ പള്ളിയിൽ, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളിയിൽ കർട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസുകളിൽ കർട്ടൻ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റിയതാണ്. അപ്പോൾ ഇരിങ്ങാലക്കുടക്കാർക്ക് പുത്തിരിയൊന്നും അല്ല കർട്ടനൊക്കെ, അനധികൃതമായിട്ട് എടുത്തു മാറ്റിയതാണ്. അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് അദ്ദായിയുടെ, ഈ 70 പേരിൽ ഒരാളായി അദ്ദായിയുടെ പാരമ്പര്യം കൈമാറി കിട്ടിയ ആ നിധി നമുക്കതിൻ്റെ അവികലമായി സൂക്ഷിക്കാൻ കഴിയൂ. മാത്രമല്ല, ഈ തനത് പാരമ്പര്യത്തിന് അങ്ങേറ്റം വിലയുണ്ട്. ദൈവശാസ്ത്രം ആഴത്തിൽ തുടിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കുർബാന. അതിനെ സ്നേഹിക്കാൻ പഠിക്കുക, അതിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകുക. അപ്പോൾ നമ്മൾ ഈ ശിഷ്യന്മാരിലേക്ക് ഇല്ലേ, ഈ അനാഫറയിലൂടെ അദ്ദായി, പിന്നെ തോമസ് ലീഗ, അങ്ങനെ യേശു, അങ്ങനെ ആ ശൃംഖല, അതിലൊരു കണ്ണി അല്ലെ, ആ ചങ്ങലയിലെ ഒരു കണ്ണിയായിട്ട് നമ്മളും കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെയാണ് സഭയുടെ ഐക്യതകൾ നിലനിൽക്കുക. അതിനാൽ ഈ തിരുവചനം നമ്മെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. നമുക്ക് ഈ 70 സംഖ്യയും 12 സംഖ്യയും എല്ലാം കൂട്ടിച്ചേർന്നിരിക്കുന്നത് പോലെ, ഈ സഭകളെല്ലാം കൂട്ടിച്ചേർന്നിരിക്കുന്നത് പോലെ, എന്നാൽ ഓരോരുത്തരും അവരുടെ തനിമ, സ്വത്വം നിലനിർത്തുന്നത് പോലെ, സ്വത്വം വിട്ടുകളഞ്ഞിട്ടല്ല, സ്വത്വം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഐക്യതയിൽ നിലനിൽക്കുന്ന ആ ഏകത്വവും നാനാത്വവും, നാനാത്വത്തിൽ ഏകത്വവും ഏകത്വം നാനാത്വവും എന്നുള്ള പരിശുദ്ധ തത്വത്തിൻ്റെ ആ ഐക്യത തന്നെ നമ്മിൽ വിളയാടി നിൽക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ.